രണ്ട് കാലഘട്ടവും ഉപയോഗിക്കുന്നു. ഈ സിനിമയിൽ പറഞ്ഞു അപ്പൊ അതിന്റെ രണ്ട് കാലഘട്ടം മീറ്ററിന്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഡയറക്ടറും എല്ലാവരും ശ്രദ്ധിക്കണേ. അത്തരം ഒരു ശ്രദ്ധ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടി വന്നിരുന്നത്? അവരുടെ നമുക്ക് ചിരിക്കണം, രണ്ട് കാലഘട്ടം ചിരിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിരിക്കും മീറ്റർ പോകേണ്ട, കറക്റ്റ് മീറ്ററിൽ തന്നെ പോകണം. അതിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയത് ഏതിലായിരിക്കും? അതിൽ ഭൂതകാലത്തിലെ കോമഡികൾക്ക് ഭാഷാപരമായ ചില പരിമിതികളുണ്ട്. നമ്മളിവിടെ അടിക്കുന്ന പോലത്തെ നമ്മുടെ മോഡേൺ സ്ലാങ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എളുപ്പത്തിൽ ഒരു സാധനം പറഞ്ഞ് ഫലിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മൾ ചിലപ്പോൾ കൊളോക്കിയൽ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് അവർക്ക് മനസ്സിലായില്ല എന്നുണ്ട്. അങ്ങനെ ഒരു അപകടം ഉണ്ടാകും. അപ്പൊ അന്നത്തെ കാലത്തെ ഭാഷ എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തിട്ട് സംസാര ഭാഷയിലേക്ക് ആക്കി, എന്നാൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണമല്ലോ. ആ ഡിഫറൻസ് ഫീൽ ചെയ്ത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പറയുന്ന ഹ്യൂമറൊക്കെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിന്റെ ഭാഷയെല്ലാം ഒരു അല്പം പഴയ കാലത്തേക്ക് വെച്ച് അതൊരു സംസാര ഭാഷയാക്കി മാറ്റി. അങ്ങനെ ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് എഞ്ചിനീയർ വലീദ് മാപ്പിള എന്നാണ്. വലീദ് മാപ്പിളയ്ക്ക് ഒരു കാരണവശാലും സാമത്ത് ഷമീർ പറയുന്ന പോലെ ആ ഭാഷാ പ്രയോഗം തന്നെ പറ്റില്ല. അപ്പം അത് ഇദ്ദേഹം ആസ് എൻ ആർട്ടിസ്റ്റ് ഇദ്ദേഹം പറയുന്ന ഹ്യൂമറുകൾ നമ്മൾ പലതവണ പറഞ്ഞു നോക്കി. അത് നമ്മൾ നാട്ടുകാർക്ക് മനസ്സിലാവുക വേണം. അപ്പൊ അങ്ങനെ ഒരു ചിത്രീകരണ സമയത്ത് അങ്ങനെ ഭാഷാപരമായ ചില എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടുണ്ട്. അതാ ഭാഷകളുടെ വ്യത്യാസമാണ്. ഈ വിജയബാബു കഴിഞ്ഞ ദിവസം എന്റെ ഇന്റർവ്യൂ പറഞ്ഞു, ജയസൂര്യ വരുമ്പോൾ ഒരു ബുക്കുമായിട്ടാണ് വരുന്നത്. കുറെ കാര്യങ്ങൾ എഴുതിയാണ്, പക്ഷെ ഒരു കാരണവശാലും ഇതിനൊരു സമ്മതിക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിലേക്ക് സംസാരത്തിൽ വരും. അതെങ്ങനെയായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജയേട്ടൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ജയേട്ടൻ ഒരുപാട് കാലം പല പ്ലാറ്റ്ഫോമുകളിൽ ഹ്യൂമർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഹ്യൂമർ സിറ്റുവേഷനെ ഇപ്പം നമ്മൾ ഹ്യൂമർ സിറ്റുവേഷൻ 10 രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഒരു 6 or 7 രീതി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജയേട്ടൻ. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് ഒരുപാട് ഹോംവർക്കുകളൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് അത് അവിടെ വന്ന് നമ്മൾ ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് ജയേട്ടൻ ആട് 1 മുതൽ നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഒരു ഹ്യൂമർ സിനിമ ഇപ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടൻ അത് പ്രിപ്പയർഡ് ആയിട്ട് ചേട്ടൻ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ചിലപ്പോൾ നല്ല സാധനങ്ങൾ തിയേറ്ററിൽ രസകരമായിട്ട് വർക്കൗട്ട് ആവുന്ന സാധനങ്ങൾ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനത്തെ ഒരു മൂഡിലാണ് പോകുന്നത്. ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ സിനിമയിലും വന്നുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ മുണ്ടിലും ചുണ്ടിലും പറ്റാവുന്ന രീതിയിൽ ഉള്ള പരീക്ഷണങ്ങളാണ് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടത്. അത് ജയേട്ടന്റെയും സരിത ജയസൂര്യ ചേച്ചിയുടെയും ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ ചെറിയ ട്വീക്കിങ്ങുകൾ മോഡിഫിക്കേഷനുകൾ വരുത്തിക്കൊണ്ട് ആ പാപ്പനിസം നിലനിർത്തിക്കൊണ്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇവർ ഗ്യാങ്ങിലുള്ളവരുടെ കഥാപാത്രങ്ങളായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഗ്രാഫുണ്ട്. അപ്പം ചിലർക്ക് ഓവറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആട് 1-ലുള്ളവരുടെ കഥാപാത്രങ്ങൾ ആട് 2-ലേക്ക് വന്നപ്പോൾ ഇച്ചിരി ഗ്രാഫ് കൂടി. അപ്പോൾ അബുവിന്റെ കഥാപാത്രമായാലും എല്ലാം അങ്ങനെ. അപ്പോൾ ആട് 3-ലേക്ക് വരുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടോ ഓരോ കഥാപാത്രം? ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കൂടുതലാണോ കുറയാണോ? എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കൂടിയിട്ടുണ്ട് ഇത്തവണ ട്രെയിലറിൽ പ്രാതിനിധ്യം കണ്ടതുപോലെ സാത്താൻ സീനിയറിന്റെ ഏരിയ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ ക്യാരക്ടർ കഥയിൽ നിർണായകമായൊരു ഏരിയയിൽ പുള്ളിയുടെ സീനുകളുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ക്ലീറ്റസിന്റെ ഏരിയ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് 2 കാലത്തിൽ. പിന്നെ സ്വാഭാവികമായും പടത്തിന് ആട് 2-നേക്കാൾ റൺ ടൈമുള്ള പടമായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ക്യാരക്ടർ എക്സ്പ്ലോറേഷനെ കുറച്ചും കൂടി സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാജി പാപ്പനും സംഘവും ഡ്യൂഡും സംഘവുമെല്ലാം മാറ്റമില്ലാതെ തുടരുന്നു. ഇക്കാലത്തും എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ കണ്ട പോലെ.